ഹായ് മൈ ഫാമിലി. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രോൺസ് ഡിഷാണ്. ഇത് നമ്മളുടെ നെയ്ബേഴ്സിൽ നിന്ന് കട എടുത്തിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. അവർ പറഞ്ഞു തന്നിട്ടുള്ള ഡിഷാണ്. അവർ 2 പ്രാവശ്യം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവരോട് ചോദിച്ചതാണ്. അപ്പോൾ പ്രോൺസ് ഒരു 1/2 kg ആണ് എടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് ക്ലീനിങ് പ്രോസസ്സ്. അതിൻ്റെ തല കളയുക, പിന്നെ അതിൻ്റെ തൊലി കളയുക, പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒരു കട്ട് കൊടുത്തിട്ട് ഒരു നാര് പോലത്തെ ഒരു കറുപ്പ് നാരുണ്ടാവും, അതെടുത്ത് കളയുക. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. എനിക്ക് ആദ്യം ദുബായിൽ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെയാണ് പഠിച്ചത്. അപ്പോൾ ചിലർക്ക് ഇത് നന്നാക്കാൻ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് കാണിച്ചത്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓണിയൻ, അത് ഒരു മീഡിയം സൈസിലുള്ള 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഒരു 6 റെഡ് ചില്ലിയാണ് വേണ്ടത്. കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, അതായത് ഫെനൽ സീഡ്, ക്യൂമിൻ സീഡ് എന്ന് പറയും, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചതാണ്. സോ ഇതൊക്കെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ആവശ്യം. ഇനി ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചിട്ട് എടുക്കണം. ഇനി വേണ്ടത് ഇതിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ശരിക്കും നിങ്ങൾക്ക് സ്പൈസ് ലെവൽ ഒരു 6ഓ 7ഓ നല്ല എരിവാണെങ്കിൽ അതിനനുസരിച്ച് മുളക് എടുത്തോളാം. എന്നാൽ തന്നെ അതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത് അരച്ചെടുത്തിട്ട് പാനിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മളുടെ നന്നാക്കി വെച്ച പ്രോൺസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ഡിഷ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആയിരിക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.